ആ ഇതിവിടെ പാമ്പ് ഈ രാത്രിക്ക് ഈ വഴിക്കൂടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. പാമ്പിന്റെ ശല്യത്തെ കാണുന്നു. ഞാനും എന്റെ പിള്ളേരെ പിന്നെ അച്ചാക്കി 2 കൊല്ലാണ്ട് ഞാനും അച്ചാക്കിയും തന്നെ ഈ വഴി മുഴുവൻ ചെയ്തു. ഇന്നിപ്പോ ഞങ്ങളെല്ലാം മണിക്കൂറോളം ഞാൻ കണ്ടു നല്ല കാടായി മൊത്തം. കാട ഇത് ഇത്ര ഈ കിടക്കുന്ന ഇത്ര മര കാടാണ്. ഇത് ഞങ്ങൾ ഇത്ര 12 അടിയുള്ള വഴിയാ. നടന്ന് 3 അടി പോലും ഇല്ല. അതുപോലെ കാട് കയറി അല്ലേ? കാട് കയറി നശിച്ചു. കാണുമ്പോ ഞങ്ങള് പ്രമോദനെ വിളിച്ച് പറഞ്ഞ പുള്ളി പറഞ്ഞു ഇതിന് വണ്ടിയില്ലെന്ന്. പിന്നെ അവിടെ പേരെന്നാ? പേരെന്നാ? പാവക്കുട്ടി തരാവോ? ഇല്ലല്ലേ? അല്ല, പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കനേട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൈതപ്പാടത്തിന് തൊട്ടടുത്ത് തെണ്ടിന്റെ പുറകിൽ ഒരു ബോർഡുണ്ട്, ശാസ്താനഗർ കിഴക്കനേട. അപ്പോൾ ഇവിടുന്ന് ഒരു പരാതി കിട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കാരണം അവിടുത്തെ കുറെ ആൾക്കാർ താമസിക്കുന്നിടത്ത് വല്ലാതെ കാട് കയറി കിടക്കുകയാണ്. നമ്മുടെ പുതുപ്പള്ളിയിലാണെങ്കിലും പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഇതുപോലെ ഭയങ്കരമായിട്ട് കാട് കയറി കിടന്നിട്ട് പാമ്പ് ശല്യം ധാരാളം ഉണ്ടാകുന്നുണ്ട്. അപ്പം നാട്ടുകാരെ സഹിയായിട്ട് ഇന്ന് അവർ തന്നെ തെളിക്കുകയാണ്. പല പ്രാവശ്യം പഞ്ചായത്തിനോട് പരാതി പറഞ്ഞിട്ടൊന്നും യാതൊരു നടപടി ഉണ്ടായില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലമാണ് കിഴക്കനേടം. ഇവിടുന്ന് നേരെ പോകുന്നത് ഇട്ടിമാണിപ്പാലം ആ റോഡാണ്. കൈതപ്പാലത്ത് ആയുർവേദാശുപത്രിയുടെ മുൻവശത്ത് വഴിയുള്ള വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടു, നമുക്ക് ഇവിടെ ഒരു പരാതി എന്ന് പറയുന്നത് നാട്ടുകാർ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ പാമ്പ് ശല്യം കൂടുതലുള്ള പ്രദേശമാണ്. നമുക്ക് കാണാം, ഇത് കണ്ട് ഒരാൾ പൊക്കത്തിലോളം ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ മേല. ഒരു റബ്ബർ തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുപോലെ പാമ്പ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലപോലെ ഒരു മഴ പെയ്ത അന്നേരം ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു 1,00,000 വീട് കോളനിയുണ്ട്. അങ്ങനെ അവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. അപ്പം പഞ്ചായത്തിൽ നിന്ന് അന്നേരം തന്നെ ഇവിടുത്തെ ആൾക്കാരെ എല്ലാം ഇവിടുന്ന് അന്നേരം തന്നെ സ്കൂളുകളിലേക്കൊക്കെ മാറ്റുകയാണ്. അപ്പം ആ പ്രദേശത്താണ് ഇപ്പം കാട് കയറി കിടക്കുന്നത്. അപ്പോൾ ഇതിലെ രാത്രിയിലെല്ലാം ആൾക്കാർക്ക് ഇതൊരു വഴിയാണ്, വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ പാമ്പ് ശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ അതുപോലെ കാട് കയറി കിടന്നിട്ടാണ് ഇവർ പഞ്ചായത്തിനോട് പരാതി പറഞ്ഞത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ പല പ്രാവശ്യം ഇവരെന്നെ വിളിച്ചായിരുന്നു അവിടം വരെ ഒന്ന് വരാൻ വേണ്ടി. അപ്പം ഞാനൊരു സമയം കണ്ടെത്തിയാണ് ചെന്നത്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പുതുപ്പള്ളിയിൽ പാമ്പ് പിടിക്കുന്ന ലൈസൻസ് ഉള്ള ഒരാളുണ്ട്, സുമോൻ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തെ കണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവിടുന്ന് ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ മുഴുവൻ ഇപ്പം ഈ സാധാരണ ചേരകളൊന്നും ഇപ്പം ഇല്ല, എല്ലാം മൂർഖനും അണലിയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പം ഈ കൊച്ചു കുട്ടികളൊക്കെ നടന്നു വരുന്ന വഴികളല്ലേ, നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എല്ലായിടത്തും പാമ്പ് ശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ അവരവിടെ തെളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാം. ഇത് 12-ാം വാർഡ് അല്ലേ? വൈസ് പ്രസിഡന്റിന്റെ വാർഡ് അല്ലേ? അല്ല, അവിടെ പരാതി എല്ലാം പറഞ്ഞല്ലേ? എന്നാലും ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുന്നില്ലേ, ഇതിലേക്ക് എങ്ങനെ? ഈ പറമ്പിന്റെ ഉടമ ഇതാരാ? അവരോട് പറഞ്ഞാണോ? പറഞ്ഞു. ഇതിവിടെ പാമ്പ് ഈ രാത്രിക്ക് ഈ വഴിക്കൂടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. പാമ്പിന്റെ ശല്യത്തെ കാണുന്നു. ഞാനും എന്റെ പിള്ളേരെ പിന്നെ അച്ചാക്കി 2 കൊല്ലാണ്ട് ഞാനും അച്ചാക്കിയും തന്നെ ഈ വഴി മുഴുവൻ ചെയ്തു. ഇന്നിപ്പോ ഞങ്ങളെല്ലാം മണിക്കൂറോളം ഞാൻ കണ്ടു നല്ല കാടായി മൊത്തം. കാട് ഇത് ഇത്ര ഈ കിടക്കുന്ന ഇത്ര മര കാടാണ്. ഇത് ഞങ്ങൾ ഇത്ര 12 അടിയുള്ള വഴിയാ. നടന്ന് 3 അടി പോലും ഇല്ല. അതുപോലെ കാട് കയറി അല്ലേ? കാട് കയറി നശിച്ചു. കാണുമ്പോ ഞങ്ങള് പ്രമോദനെ വിളിച്ച് പറഞ്ഞ പുള്ളി പറഞ്ഞു ഇതിന് വണ്ടിയില്ലെന്ന്. നാട്ടുകാരെ പറമ്പ് കളിക്കാനാണ് പണ്ട് പറഞ്ഞത്. ഇതിപ്പം മനുഷ്യർക്ക് അത്യാവശ്യമുള്ള കാര്യമല്ലേ? മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ കാട് കയറി കിടക്കാണ്. നോക്കുമ്പോ കാണാം. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അതിലൊക്കെ അവരോടൊക്കെ ചോദിച്ചാൽ
പാമ്പില്ലാതെ അണലിയും മൂർഖനും മാത്രമേ ഇല്ലാത്തുള്ളൂ. മിനിഞ്ഞാന്ന് പുള്ളി വന്നേച്ച് ഇവിടെ വിലങ്ങാൻ കിടക്കുക. പുള്ളി അതില് പിന്നെ തിരിച്ചു പോയി വീട്ടിൽ പോയി. ഇവിടെ താമസിക്കാം. ഞാനിട്ട് അതിലൂടെ ചുറ്റി ഇത്രയും മൂർഖനും അണലിയും മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഇല്ലാത്ത വേറെ സംഭവം ഇല്ലാത്തില്ല. അല്ല രാത്രിയിലൊക്കെ ആണല്ലേ, പകൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത്ര ഇത് തോന്നുമ്പോഴത്തേനെ മിക്ക ദിവസം കാണുന്നത് പാമ്പില്. ഇത്ര ഈ പ്രദേശം മുഴുവൻ കാടല്ലേ? ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഭയങ്കര കാടാണ്. ഫുള്ളായിട്ട് കാട് കാരണം ഫുള്ള് കാർക്ക് ഇപ്പൊ 3 അടി പോയിട്ട് 2 അടി പോലും വഴിയില്ല. ഇത് ഇവിടെ ഓരോ വഴിയാണ്. ഞങ്ങൾ ഇന്നിപ്പോ ഇത്ര 2 ദിവസം കൊണ്ട് എത്തി വിളിച്ചു. ഇത്ര ഇതിൽ കൂടുതൽ ഞങ്ങൾ വിളിക്കുന്നത്. അതെ അതെ. ആടെ ഈ കല്ല് കിടക്കുന്നുണ്ടോ? കണ്ട് കലങ്ക്. അത് കൂടെ കണ്ട് ചിഹ്നം വെച്ചിട്ട് അത്രയെങ്കിലും ആക്കി തന്നു. അതെ അതെ, ഞാനൊന്ന് ഓർക്കുന്നുണ്ട് അവിടെ. ആരോട് പറയാനാണ് ലക്ഷം വീട്ടുകാർക്ക് കുറെ കളത്തി കൊടുക്കുന്നു. ഇതറിയാം ആ പുള്ളിയുടെ തന്നെയാ ഈ ഇത്രയും കാട് പിടിച്ച് കിടക്കണം. അല്ലെന്ന് വഴിക്ക് വന്നപ്പോ അത് അപ്പുറം അങ്ങനെ മാറിപ്പോയി. അവിടെ ഇതായിട്ട് കിടക്കാം അല്ലേ? അത് ആ പുള്ളിയുടെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളിപ്പോ കുറെ നാട്ടുകാർ എന്റെ 2 പിള്ളേരും ഉണ്ട്. ഞങ്ങളാണ് ഇത്ര കഷ്ടപ്പെട്ട ഇത്ര ഇതുണ്ടാക്കി. ഇത് നോക്കി ഇത് കണ്ട് 3 അടി വഴി പോയില്ല. ഇവിടെ കിടന്ന വഴിയാ. ഇത് ഇത്ര നേരം ഞങ്ങൾ കഷ്ടപ്പെട്ടതുണ്ടാക്കി. ഇത് 12-ാം വാർഡിലെ ഒരു ഇങ്ങനെ കാട് കയറി കിടക്കും, പാമ്പ് കയറി കിടന്ന അറിയത്തില്ല. ശരി, എത്ര ഇതിനകത്ത് കിടന്ന അറിയത്തില്ല. നമുക്ക് വഴിക്കൂടെ പോകണം. ഇത് ഇവര് രാത്രി വണ്ടിയെ വരുമ്പോ എന്നും കാണും. ഫണ്ടുണ്ട് പ്രമോദൊക്കെ അത് ഉത്സാഹം. അല്ല അത് എന്താ കാര്യം വെച്ചാൽ ഈ വഴി അത് മുഴുവൻ മൂർഖനാണ്. ഇത് മൂർഖന്റെ തന്നെ പ്രശ്നം. ഇത് 12-ാം വാർഡെന്ന് പറയുന്നത് മെമ്പറുടെ വിചാരം BJP കോട്ടയാന്നുള്ള സംഭവം. അതുകൊണ്ട് ഒരു വെള്ളം അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇവിടെ ഈ വാർഡ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്. ഇവിടെ കിടക്കുന്ന മുഴുവൻ BJP-ക്കാരെന്ന് അവരൊക്കെ വിചാരം. പക്ഷെ ഒരു പൈസ പോലും തരത്തില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. എന്റെ മക്കള് ജോലിക്ക് പോയിരിക്കുക. നേരം വളർത്തിയതിന് എഴുന്നേറ്റ് വരുമ്പോ ഈ തിണ്ണയിലാ പാമ്പ് വിലങ്ങാൻ കിടക്കുന്നത്. ഈ കൊച്ചു തിണ്ണയിൽ എന്തോരം കിടന്ന് പറയാം. എന്നിട്ട് രാത്രിയിലും പാതിരാഴ്ചയും എല്ലാം പെരക്കകത്തൊക്കെ പാമ്പ് കയറുമ്പോ ഈ കൊച്ചുങ്ങളെയും ഈ കൊച്ചുമോനെയും വിളിച്ചാ ഞങ്ങള് രാത്രിയിലെല്ലാം കാര്യം. കുളിമുറിയിലൊക്കെ കയറി ചെല്ലുമ്പോൾ കുളിമുറി വരെയാ പാമ്പ്. എന്നാ ചെയ്യാനാ? ഒരു രക്ഷയില്ലെന്ന് പറയാൻ ഒരു രക്ഷയില്ല. സന്ധ്യ ആകുമ്പോ ഞാൻ ആ 3 വീല് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ആൾക്കൂട്ടം വഴി ഫണ്ടുണ്ട്. 3 വീലും വെച്ചോണ്ട് വരുന്നതാ. അത് കാലും കുത്താൻ പറ്റിയാലോ ഒന്നും ചെയ്യാൻ പറ്റിയാലോ. പാമ്പ് വന്ന് വിലങ്ങാൻ കിടന്നാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ലാത്ത ഒരു ഇതുങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ഈ കൊച്ചുമാനെ ഒറ്റ ആ 2 കൊച്ചുങ്ങളും കൂടി വന്നാ ഇപ്പം ഇതെല്ലാം ഈ പരിപാടി കാണിക്കുന്നത്. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ആഴ്ച അവരെ വിളിച്ചതാ, പ്രമോദിനെ ഞാൻ വിളിച്ചതാ. അന്നേരം മെമ്പർ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു ഫണ്ടും ഇല്ല, ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ എന്നാ മിഷ്യൻ വെച്ചെങ്കിൽ ഈ സൈഡെങ്കിലും ഞങ്ങൾക്കൊന്ന് അടിച്ചു തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കൊച്ചുവാനോട് എന്ന് പറഞ്ഞു, കൊച്ചുവാനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ നമുക്ക് തന്നെ ഒന്ന് വെട്ടിത്തെളിക്കാമല്ലോ. എന്നിട്ടും പിന്നെ ഇതിൽ അത്യാവശ്യക്കാരൊന്നും ഇല്ലാത്ത കാരണം ആരും അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെങ്കിൽ പിന്നെ ഇപ്പം ഈ 2 ആഴ്ചയായിട്ട് ഈ കൊച്ചുമോനും ഈ പുള്ളി എല്ലാവരും കൂടെ കൂടിയായിരിക്കും. പഞ്ചായത്തിന് 2 മിഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും എല്ലാ വാർഡുകളിലും അത് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സത്യം പറഞ്ഞ ഈ മെമ്പർ കയറിയിട്ട് 12-ാം വാർഡാണല്ലോ, ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം വരും. എന്ത് കാര്യത്തിന് വന്നാലും എല്ലാ കാര്യവും ലക്ഷം വീട്ടിലോട്ട് പോയി എല്ലാം ചെയ്തു കൊടുക്കും. ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. ഞാൻ ഓർക്കുന്നുണ്ട് വെള്ളം പൊങ്ങിയ സമയത്ത് ആ വീട് മൊത്തം മുങ്ങി അല്ലേ? വെള്ളം കയറിയതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ആ വെള്ളം കയറി എന്റെ വീട് നശിച്ചു. എനിക്ക് താമസിക്കാൻ പറ്റാണ്ട് ഞാൻ അവിടെ നിന്ന് വീട് വിട്ട് അപ്പുറത്ത് പോയി താമസിക്കുക. ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ആ ജനലിലെ ഫുള്ള് വരെ വെള്ളം കയറിയാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് എല്ലാം താമസിക്കാനൊക്കത്തില്ല. എന്നാ പഞ്ചായത്തിനകത്ത് വീട്ടിൽ വെള്ളം കയറിയില്ലേലും ഒഴിയാ മതി. അവിടെ അവർക്കെല്ലാം അവരെ അന്നേരം കൊണ്ട് പഞ്ചായത്ത് അവിടെ കൊണ്ട് ആയുർവേദത്തിൽ കൊണ്ട് താമസിക്കുക. മെമ്പറോട് ചോദിക്കാൻ ചെയ്തു, ഈ ലക്ഷം വീട്ടുകാർക്ക് മാത്രം സഹായമുള്ള ഞങ്ങൾ ഈ വെള്ളക്കുഴി കിടന്ന ഞങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല. അവർക്ക് തീരെ നിവൃത്തിയില്ലാത്തവരാ. ഒന്നും എനിക്ക് തരണ്ട, എന്നെ നോക്കണ്ട. ഞാൻ BJP കാരല്ലെന്ന് പറഞ്ഞില്ല. ഞാൻ എന്നെ ഓർത്ത് ആർക്കും ചെയ്യണ്ട. ഇവിടെ ഞാനിവിടെ താമസിക്കാൻ ഞാൻ BJP എന്റെ ഇവിടുത്തെ എനിക്ക് ഇവിടെ നിന്ന് ഒരു വോട്ട് പോലും കിട്ടാറുമില്ല. ഞാൻ ഇന്നപ്പോ കാലത്ത് ഒന്നുമില്ല, 5-6 വോട്ട് കിട്ടാറുണ്ട്. അല്ലാതെ എനിക്ക് ഇവിടുന്ന് വോട്ട് എന്നെ ഓർത്ത് തന്നെ ഞങ്ങൾ BJP-യുടെ വാർഡാന്ന് നോക്കണ്ടാവും. നാട്ടുകാർക്ക് വേണ്ടി സഹായം ചെയ്ത് കൊടുക്കണം. അതായാലും മെമ്പർ മനസ്സിലാക്കണം. മെമ്പറെ മനസ്സിലാക്കേണ്ടത് ഇവിടെ താമസിക്കുന്ന BJP-ക്കാരെന്നുള്ള മനസ്സാക്ഷി മാത്രം കാണരുത്. ഒരു വെള്ളം മുങ്ങിയാലും വെള്ളം വന്നാലും നമ്മളെ ആരെയും കൊണ്ടുവരും. കഴിഞ്ഞ പ്രളയത്തിന് എന്റെ തലപ്പക്കത്തിന് വെള്ളം കയറി. ഓരോ ആനുകൂല്യങ്ങളും ഒരു പഞ്ചായത്ത് ഞാനിവിടെ ചത്തോന്നും അന്വേഷിക്കാൻ ഒരു ആൾ പോലും ഇവിടെ വന്നിട്ടില്ല. അറിയോ? വോട്ടിന്റെ കാര്യം ഈ 10 കൊല്ലം താമസിക്കാത്ത ആ പെരക്ക് ഞാൻ പഞ്ചായത്തിന് കര അടയ്ക്കുന്നത്. 10 കൊല്ലമായിട്ട് ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. അതിന് ഞാൻ കര അടയ്ക്കുന്ന. നമുക്കിത് ഇത് ശ്രദ്ധപ്പെടുത്താം. അല്ല ഇപ്പൊ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഇത് വഴി കണ്ടോ? പിന്നെ വഴി കണ്ടപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത്ര ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് വേറെ ഒന്നുമില്ല, പാമ്പ് അടിക്കരുത്. ആ ഒരു ദേശം മാത്രമല്ല, വേറെ ഒന്നുമില്ല. വഴി നന്നാക്കണ്ട, തെളിച്ച് തന്നാ മതി.
ഈ പ്രദേശം മുഴുവൻ വെള്ളം കയറുന്നതാണ്. ഇത് നേരത്തെ ഒരു 8-10 വർഷം മുമ്പ് ഞാനിതിലെ വന്നപ്പോഴത്തേനും എടുത്തൊരു ഫോട്ടോയാണ്. കൊച്ചുമോൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്നേരം വെള്ളം എന്തുമാത്രം ജനൽപ്പൊക്കം വെള്ളം വന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയ്ക്കും വെള്ളം ഇവിടെ വന്ന സ്ഥലമാണ്. പിന്നെ ഈ സൈഡിൽ മുഴുവൻ അത് കണ്ടില്ല, നിങ്ങൾക്ക് കാണാം, അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. മുഴുവൻ കാടാണ്. ഇതൊരു സ്വകാര്യ റോഡാണ്. വാഴക്കാലക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഉണ്ടല്ലോ, ഇത്രയും ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഇത് പകലത്തെ കാഴ്ച ഇതാണ്. ഇപ്പം രാത്രിയിലൊക്കെ ഇതിലെ വരാൻ തന്നെ പേടി തോന്നും. ആ എന്നാ പറയുന്നു? നീ വന്നേ ആണല്ലേ? ആ ആ വണ്ടിയുടെ വെട്ടത്തിന്റെ ഒറ്റ കേട്ടോണ്ട് ഇതിലെ കയറി വന്നു. മുഴുവൻ പാമ്പ് ശല്യം അല്ലേ? പാമ്പോ ഇവിടെ അങ്ങോട്ടും ഉണ്ട്, തല്ലിക്കൊല്ലുമായിരുന്നു. ഏതായാലും നിങ്ങളൊന്ന് ശ്രമിക്കല്ലേ അല്ലേ? അല്ലെങ്കിൽ കലിങ്ക് പേർക്കാൻ വന്ന മാണിക്കോണ്ട് ഞാൻ പറഞ്ഞ പ്രമോദനും പറഞ്ഞു. ഇതൊന്നും മിഷൻ വെച്ച് തെളിഞ്ഞു. ഇതൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്നാന്ന് ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. എനിക്ക് സമയം ഉണ്ടായിരുന്നു, ഞാൻ വന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവര് പോകുന്നതിന് മുമ്പ് എല്ലാരും ഉണ്ടെന്ന്. അതെ പിന്നെ ഇത്ര അത്രയും കിടന്ന് വഴി 3 അടി പോലും വഴിയില്ല. പിന്നെ നമുക്ക് ഈ വിഷയത്തിൽ ഈ വാർഡിലെ മെമ്പറും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ പ്രമോദ് കുര്യാക്കോസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. പരിഹാരത്ത് നമ്മുടെ 12-ാം വാർഡിൽ കിഴക്കനേടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാട്ടുകാരെല്ലാം അവിടെ പലവട്ടം പഞ്ചായത്തിന് പരാതി തരുകയും പിന്നെ വൈസ് പ്രസിഡന്റ് പരാതി പറയുകയൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, എന്നോട് പേഴ്സണലായിട്ട് പുത്തൻ വീട്ടിലെ ഒരു ചേച്ചി മാത്രം വിളിച്ചതുപോലെ അവിടെ കാണാതെ സംസാരിച്ചു. അത് മാത്രമേ പേഴ്സണലായിട്ട് ഇതുവരെ പറഞ്ഞുള്ളൂ. അതനുസരിച്ച് ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് വസ്തുത വാടക്കാലയില് ഇതുപോലെ പബ്ലിക്കിന് ദോഷകരമാണ്, കാട് വെട്ടിത്തെളിക്കണം, അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തില്ല. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ ഒരു പരാതി ഒപ്പിട്ട് തരുവാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നിയമപരമായി അദ്ദേഹത്തിനെതിരെ നോട്ടീസ് കൊടുത്ത് പാമ്പ് ശല്യം വരുന്നുണ്ട്. പഞ്ചായത്ത് ഇപ്പൊ സാധാരണ പഞ്ചായത്ത് റോഡുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ട് അതിന്റെ മിഷൻ കേടായി കളക്ടറേറ്റിൽ നമുക്ക് അതിന്റെ DPC അംഗീകാരം കിട്ടിയ കഴിഞ്ഞ മാസം. അത് കഴിഞ്ഞ് ഒരു 4 വാർഡുകൾ കിട്ടിയപ്പോൾ മിഷൻ കേടായിട്ട് അത് വാങ്ങിച്ച വക്കപ്പിൽ തന്നെ കൊടുത്തു. അവിടുന്ന് അത് അതിന്റെ മെക്കാനിക്കൽ ആ മിഷന്റെ സാധനങ്ങൾ വരാത്ത കാരണം താമസിച്ചുകൊണ്ട് ഇന്ന് അടിയന്തരമായി വേറെ ഒരു കടയിൽ കൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശിച്ചനുസരിച്ച് നന്നാക്കി കിട്ടുന്നതനുസരിച്ച് 1-ാം വാർഡ് തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. 4 വാർഡ് വരെ ആയുള്ളൂ. അതനുസരിച്ച് നമ്മൾ മുൻഗണന കൊടുത്ത് അത് വെട്ടിക്കുന്നതാണ്. ശരി.